السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم ادعوا الله وأنتم موقنون بالإجابة. رواه الترمذي. സഹോദരങ്ങൾ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ദുആക്ക് ഇജാബത്ത് കിട്ടുവാൻ നിർദ്ദേശിക്കപ്പെട്ട അതിൻ്റെ നിബന്ധനകളെ സംബന്ധിച്ചുള്ള പരാമർശങ്ങളും പണ്ഡിത നിർദ്ദേശങ്ങളും പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളും ഖുർആന്റെ പാഠങ്ങളും ഒക്കെ പരിശോധിച്ചാൽ അതിൽ നിന്ന് നമുക്ക് ആദ്യമായി കാണുന്നതിനെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത് ഇഖ്ലാസ് ഉള്ളവരായി തീരുക. മറ്റൊന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്യുന്ന ഇത്തിബാഉർ റസൂൽ ഉണ്ടാവുക. അള്ളാഹു പറഞ്ഞ പരിശുദ്ധ ഖുർആനിലെ 7-ാമത്തെ സൂറത്ത് അറാഫിന്റെ 158-ാമത്തെ ആയത്തിന്റെ അവസാന ഭാഗത്ത് വത്തബഊഹു ലഅല്ലകും തഹ്തദൂൻ, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുകയാണ് എങ്കിൽ സന്മാർഗം പ്രാപിക്കാം. ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തതിൻ്റെ ഒരുപാട് ഭാഗങ്ങൾ, ഉദാഹരണമായി ബദർ നടക്കുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈ ആകാശത്തേക്ക് ഉയർത്തി ചുമലിലുണ്ടായിരുന്ന തോൾമുണ്ട് പല പ്രാവശ്യം നിലത്ത് വീഴുന്ന അവസ്ഥയുണ്ടായി. സഹാബത്തിലെ പ്രഗത്ഭരായ ആൾക്കാർ ആ ചുമൽമുണ്ട് തോളിലേക്ക് ഇട്ടിട്ട് തട്ടി വിളിച്ച് റസൂലുള്ളാഹിനോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ വിളിച്ചാൽ ഉത്തരം ചെയ്യാമെന്ന് പറഞ്ഞ റബ്ബിനോടാണല്ലോ ദുആ ചെയ്യുന്നത്, പിന്നെ എന്തിനാ ആശങ്ക? അവിടെ നിന്ന് കിട്ടണം എന്ന ഉത്കടമായ വാശിയും ദൃഢമായ വിശ്വാസവും അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അത്തരമൊരു ദുആ ചെയ്യാൻ പ്രേരിപ്പിച്ചു എന്നുള്ളതാണ്. എല്ലാ നന്മകളുടെയും അനുഗ്രഹങ്ങളുടെയും ഖജനാവുകൾ അള്ളാഹുവിന്റെ പക്കലാണ് എന്ന് ദൃഢമായ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുമ്പോഴാണ് ഒരാൾക്ക് ആത്മവിശ്വാസം ഉണ്ടാവുക. ആ ആത്മവിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുമ്പോഴാണ് ദൃഢവിശ്വാസം ഉണ്ടാവുക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഭാഗം അതാണ്. ഇദ്ഉല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. വഅൻതും മൂഖിനൂന ബിൽ ഇജാബ, ഇജാബത്ത് ഉത്തരം ഉണ്ടാകും എന്ന വിശ്വാസത്തോടു കൂടി, ദൃഢമായ വിശ്വാസത്തോടുകൂടി, കേവലമല്ല യഖീനായ വിശ്വാസത്തോടുകൂടി, യഖീനോടുകൂടി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് ഉത്തരം ചെയ്യുക തന്നെ ചെയ്യും. അത്തരം ദുആ ചെയ്യുവാനും അതിന് ഉത്തരം ലഭിക്കാനുമുള്ള തൗഫീഖ് നമുക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കട്ടെ. അത്തരം ആത്മാർത്ഥമായ ദുആ ചെയ്യാനും ഇഖ്ലാസും പ്രവാചകചര്യയും മുറുകെ പിടിച്ചുകൊണ്ട് ദൃഢവിശ്വാസത്തോടുകൂടി അവധാനതയോടുകൂടി ദുആ ചെയ്യാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. അതിന്റെ സൽഫലങ്ങൾ ഇരു ലോകത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളും പ്രയാസപ്പെടുന്നവരുമായ ആളുകൾക്ക് അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സുഹത്തും താഖത്തും ആഫിയത്തും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കട്ടെ. രോഗികളായ ആളുകൾക്ക് ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹു നമുക്ക് ഖൈറും ബറക്കത്തും വർഷിച്ചു തന്ന് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ള മുത്തഖീകളായി ജീവിക്കുവാനും ജീവിതാന്തം വരെ ആ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയത്തുണ്ടാകുന്ന എല്ലാവിധ വിഷമങ്ങളും വേജാറും വെപ്രാളവും പ്രയാസവും മാറ്റിവെച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായ ഈമാനോടുകൂടി പറഞ്ഞ് പുഞ്ചിരിയോടുകൂടി മരിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മോട് ദുആയ്ക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അല്ലാഹു എത്രയും പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കുകയും പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ എന്നിവ ശാരീരികവും സാമ്പത്തികവും മാനസികവുമായത് അവരുടെയും നമ്മുടെയും അല്ലാഹു എളുപ്പമാക്കി തന്ന് അവരെയും നമ്മയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉടമകളായ അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ് സാലിഹുകളും സുദ്ദീഖുകളും ശുഹദാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന
المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.